മിന്നാമിന്നികൾ രാവിന് കൂട്ടാകുന്നത് പോലെ മലയാളികളുടെ ഇടനെഞ്ചിൽ മിന്നാമിനുങ്ങായി മാറിയ നമ്മുടെ സ്വന്തം മണിച്ചേട്ടനെ വീണ്ടും ഓർക്കുകയാണ് ഒരു ജനതയുടെ മുഴുവൻ ആത്മാവിഷ്കാരമായി മാറിയ കൈരളി TV. മിന്നാമിനുങ്ങിന്റെ ഈ രണ്ടാം ഘട്ടത്തിലൂടെ ഏവർക്കും സ്വാഗതം. മിന്നാമിനുങ്ങിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് Welcome to Minna Minunga, powered by Lakshmi Jewelry, celebrated by Eastern. മിന്നാ മിനുങ്ങിന്റെ സ്വന്തം ജഡ്ജസിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. തമിഴകത്തിന്റെ സ്വന്തം മൊഴിമുത്ത് ശ്രീ കുപ്പുസ്വാമി സർ. നമ്മുടെ പ്രത്യേക ക്ഷണപ്രകാരം മിന്നാ മിനുങ്ങിന്റെ ഈ വേദിയിൽ അദ്ദേഹം വീണ്ടും എത്തിയിരിക്കുകയാണ്. നിറ കയ്യടികളോടെ അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം മിന്നാ മിനുങ്ങിന്റെ വേദിയിലേക്ക്. സ്വാഗതം സർ. അടുത്തതായി നമ്മുടെ സ്വന്തം മഹതി മാം, സ്വാഗതം. അടുത്ത നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജ് നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയങ്കരനാണ്. കാരണം അദ്ദേഹത്തെ എന്ത് പറഞ്ഞാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരു ബഹുമുഖ പ്രതിഭയാണ്. ഇപ്പോൾ ഗായകനാണോ എന്ന് ചോദിച്ചാൽ ആണ്. അദ്ദേഹം സംഗീത സംവിധായകനാണ്. അതുപോലെ ഒരു നല്ല സംവിധായകൻ കൂടിയാണെന്ന് ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. മണിച്ചേട്ടന്റെ ഇപ്പം മിന്നാമിനുങ്ങിന്റെ എന്ന പ്രോഗ്രാമിനെ കുറിച്ച് പറയുമ്പോൾ മണിച്ചേട്ടന്റെ ശരിക്കും ഒരു ഓർമ്മ നിറഞ്ഞു നിൽക്കുന്ന ഒരു സദസ്സാണിത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ മണിച്ചേട്ടന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തും മാത്രമല്ല മിന്നാമിനുങ്ങി എന്ന് തുടങ്ങുന്ന ഗാനം മണിച്ചേട്ടൻ നമുക്ക് വേണ്ടി പാടിയത് ഇദ്ദേഹം കാരണമാണ്. സ്വാഗതം ചെയ്യാം നിറ കയ്യടികളോടെ. നാദിർഷയ്ക്ക് സ്വാഗതം ചേട്ടാ. മിന്നാമിനുങ്ങിന്റെ ഈ രണ്ടാം ഘട്ടത്തിൽ ആകെ 4 റൗണ്ടുകളാണുള്ളത്. മണിച്ചേട്ടന്റെ പാട്ടുകൾ നമുക്കറിയാം എത്ര കേട്ടാലും മതിവരാത്ത ഗാനങ്ങളാണ്. അപ്പോൾ മണിച്ചേട്ടന്റെ എത്ര കേട്ടാലും മതിവരാത്ത ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മണി ഹിറ്റ്സ് ആണ് ഒരു റൗണ്ട്. അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് ഫോക്ക് സോങ്സ് റൗണ്ടാണ്. നമുക്കറിയാം നാടൻ പാട്ടുകളുടെ ഒരു വൻ ശേഖരമുണ്ട് നമുക്ക്. അപ്പോൾ ആ ഗാനങ്ങളെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ശരിക്കും നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അതിന് ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു റൗണ്ടാണ് ഫോക്ക് മെലഡി റൗണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മൂന്നാമത്തെ റൗണ്ടാണ് നാടോടി പാട്ടുകളെ ആസ്പദമാക്കിയുള്ള ആൽബം സോങ്സ് റൗണ്ട്. പിന്നെ നമുക്കറിയാം കേരളത്തിന്റെ അങ്ങറ്റം നിന്ന് ഇങ്ങറ്റം വരെയുള്ള കണ്ടസ്റ്റൻസ് ആണ് ഇതിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അവരവരുടെ ജില്ലകൾക്ക് പ്രത്യേകമായ ഒരു മണവും ശൈലിയും ഒക്കെ ഉണ്ടാവും ഓരോ ഗാനങ്ങൾക്കും. അത്തരത്തിൽ ഓരോ ജില്ലയുടെയും ശരിക്കും ഒരു എസൻസ് നമുക്ക് പകർന്നു നൽകുന്ന ഒരു റൗണ്ടാണ് ഭൂമിക റൗണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ രണ്ടാം ഘട്ടത്തിലെ ആദ്യ ഗാനം പാടാനായിട്ട് നമുക്ക് ആരെയാണ് ക്ഷണിക്കേണ്ടത്? നമുക്ക് സുഭാഷിനെ വിളിച്ചാലോ? സ്വാഗതം ചെയ്യാം സുഭാഷ് കൃഷ്ണ. സുഭാഷ് മിന്നാമിനുങ്ങിന്റെ രണ്ടാം ഘട്ടത്തിലെ ആദ്യ റൗണ്ടിലെ ആദ്യ കണ്ടസ്റ്റന്റ് ആണ്. അപ്പൊ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. ഏത് പാട്ടാ പാടാൻ പോകുന്നത്? മണിച്ചേട്ടന്റെ ഫാസ്റ്റ് റൗണ്ട് ആണ്. മണിച്ചേട്ടന്റെ എല്ലാ പാട്ടുകളും ആൾക്കാർക്ക് ഇഷ്ടമാണ്. പക്ഷെ ഫാസ്റ്റ് സോങ് എന്ന് പറയുമ്പോൾ ശരിക്കും അതിന്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമാണ്. അപ്പോ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. അടിച്ച് തകർക്കുക. നന്നായിട്ട് പാടുക കേട്ടോ. കുഞ്ഞിനാളിൻ ചെറുപ്പത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലടി. കുഞ്ഞിനാളിൻ ചെറുപ്പത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലടി. നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലടി. നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലടി. കുഞ്ഞേലി
സുഭാഷേ എന്തൊരു പെർഫോമൻസ് ആയിരുന്നു. ഞങ്ങൾ ശരിക്കും പറഞ്ഞാ ഇവിടുന്ന് ഇവിടെ വന്ന് ഡാൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങള് കുഞ്ഞേലി ഡാൻസ് ചെയ്യാൻ വന്നത്. കുഞ്ഞേലി വന്നപ്പോ എനിക്ക് കുറച്ച് സമാധാനം. പക്ഷെ ആ കിതപ്പൊന്നും പാട്ടിലില്ലായിരുന്നു. എന്തായാലും എനർജി പാക്ഡ് ആയിരുന്നു. ഫസ്റ്റ് റൗണ്ട് അടിച്ചു പൊളിച്ചു. എന്തായാലും ഞാനല്ല പറയേണ്ടത്, നമ്മുടെ ജഡ്ജസ് ഉണ്ട്, അവരെങ്ങനെ എൻജോയ് ചെയ്തു നമുക്ക് ചോദിക്കാം. ആദ്യം നമുക്ക് കുപ്പുസ്വാമി സാർ, എങ്ങനെയുണ്ടായിരുന്നു സാർ പെർഫോമൻസ്? அந்த ரிதம் அப்படியே கொடுங்க. சுபாஷ் பாடிய பாட்டு சுகமானதொரு பாட்டு, நாங்கள் சுகார் பாடிய பாட்டு, நம்ம சுபாஷ் பாடிய பாட்டு சுகமானதொரு பாட்டு, சபாஷ் பல்லே போட்டு நீங்கள் சாதிக்கின பாட்டு, சபாஷ் பல்லே போட்டு நீங்கள் சாதிக்கின பாட்டு, தாளம் நல்லா போட்டு தகத்ததொரு பாட்டு, தாளம் நல்லா போட்டு தகத்ததொரு பாட்டு. എന്താ അവിടെ ഒരു റിതമായി, മനോഹരമായി, മധുരമായി. സബാഷ്. ഇനി എന്ത് വേണം? സാക്ഷാൽ കുപ്പുസ്വാമി സാർ തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ഇനി മഹതി മാമിന്റെ അടുത്ത് ചോദിക്കാം. മാം, സുഭാഷിന്റെ അടുത്ത് സഭാഷ് സഭാഷ് പറഞ്ഞ് ഞങ്ങൾ മടുത്തു. അത്രയ്ക്ക് മനോഹരമായ പെർഫോമൻസ്, നല്ല എനർജി പാക്ഡ് ആയിരുന്നു. സുഭാഷിന് എപ്പോഴും ഉള്ള ആ ഒരു എനർജി ഉണ്ടായിരുന്നു. സ്റ്റേജൊക്കെ അങ്ങോട്ട് തകർത്തു. ഓക്കെ, എല്ലാ ഓൾ എലിമെന്റ്സ് ഉണ്ടായിരുന്നു പെർഫോമൻസിൽ. സുഭാഷ് പാടി തുടങ്ങിയപ്പോഴത്തേക്കും നാദിർ ചേട്ടൻ എന്തൊരു ശ്രുതിയാ, അങ്ങനെ ഒരു റേഞ്ച് നമ്മൾ സുഭാഷിന്റെ വോയിസ് കേൾക്കുമ്പോൾ അത്രയ്ക്ക് സ്റ്റണ്ണാവുന്ന ഒരു വോയിസ് റേഞ്ചാണ് സുഭാഷിന്. വണ്ടർഫുൾ പെർഫോമൻസ്, തകർത്തു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അടുത്തതാണ്ട് നാദർഷയ്ക്ക് ഉണ്ട്. കാരണം അദ്ദേഹം എന്ന് പറയുമ്പോൾ സ്പോർട്ടീവായിട്ട് എന്ത് കാര്യവും അതിവേഗത്തില്, ഇപ്പൊ പാരഡി ആയിക്കോട്ടെ കോമഡി ആയിക്കോട്ടെ, എന്ത് കാര്യമാണെങ്കിലും പാട്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരു 1.5 പാട്ടാണ്. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കാം നമുക്ക്. ആദ്യമായിട്ട് സാർ വേദിയിലേക്ക് വരികയാണ് ഇന്നത്തെ ആദ്യ ഘട്ടത്തില്. എന്താണ് സാർ? സുഭാഷേ, നല്ല എനർജി ആയിരുന്നു. ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. കാരണം കലാഭവൻ സാധാരണ ഈ പാട്ട് സ്റ്റേജിൽ പാടിയാൻ കാണാറുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് ഷോസ് ചെയ്തിട്ടുള്ള മണിനാദം എന്ന് പറഞ്ഞിട്ട് കലാഭവൻ മണി നാദർഷൻ, അങ്ങനെ മണിനാഥമായിട്ട് ഞങ്ങൾ ഒരുപാട്, എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സ്റ്റേജ് ഷോ ഞാൻ ചെയ്തിട്ടുള്ളത് മണിയുടെ കൂടെയാണ്. അപ്പോൾ മണി ആ എല്ലാ സ്റ്റേജിലും ഈ പാട്ട് പാടാറുണ്ട്. അത് ഓഡിയൻസ് ഒരു പ്രാവശ്യമല്ല 2-3 പ്രാവശ്യം മണിയെ കൊണ്ട് പാടിക്കുന്നതാണ്. അപ്പം നേരത്തെ തന്നെ നിങ്ങൾ വിളിച്ച് ആ കുട്ടിയെ പറയുമ്പോൾ ആ കുട്ടിയുടെ കറക്റ്റായിട്ട് റിയാക്ഷൻസ്, നിങ്ങളത് അഭിനയിച്ച് പാടുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സുഖം ഉണ്ടായിരുന്നു. സ്റ്റേജിൽ എനർജി ഉണ്ടായിരുന്നു. പിന്നെ എന്നെ ഞെട്ടിച്ചറിഞ്ഞ വേറെ ഇത് ഉണ്ട്. ഇവിടെ നിന്നിട്ട് സ്പോട്ടിൽ അവിടെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ലിറിക്സ് എഴുതി പാടിയെന്ന് പറയുന്നത്, സർ ഇതാണ് ഞെട്ടിച്ചറിഞ്ഞത്. കാരണം ഇതിൻ്റെ ഒരു ശ്രുതി, എല്ലാ പാട്ടും ഇങ്ങനെയാണോ പാടുന്നത്? ഈ ശ്രുതിയിൽ പാടിയാലാണോ പറ്റുള്ളൂ? ആണോ? എല്ലാം ചില പാട്ടുകളൊക്കെ പരമാവധി റേഞ്ചിൽ, മണിച്ചേട്ടന്റെ പാട്ടുകൾ പരമാവധി റേഞ്ചിലാണ്. അല്ല, സാധാരണഗതിയിൽ ആർക്കും പാടാൻ, മലയാളത്തില് വലിയ ഹൈ പിച്ച് സോങ്സ് വരുമ്പോൾ മണിക്ക് വേണ്ടിയിട്ടാണ് കമ്പോസ് ചെയ്തുകൊണ്ടിരുന്നത്. കലാഭവൻ മണി വിളിച്ചിട്ടാണ് പാടിക്കുള്ളത്. മണിക്ക് പാടാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ വേറെ ആർക്കും പാടാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ സാറ് പാടിയ പാട്ടില്ലേ, കുപ്പുസ്വാമി സാറ് പാടിയ സുന്ദരി എന്നുള്ള പാട്ട് മണി മാത്രം സ്റ്റേജിൽ, അത് സാറിൻ്റെ വോയിസിൽ, ശരിക്കും മണിയുടെ വോയിസും സാറിൻ്റെ വോയിസും തമ്മിൽ ഭയങ്കര സാമ്യം ഉണ്ടായിരുന്നു. അത് കറക്റ്റ്. ശരിക്കും ആ പാട്ടൊക്കെ കേട്ടപ്പോൾ സുന്ദരി എന്നുള്ള പാട്ട് മണി പാടി, ഇപ്പോഴും ശരിക്കും സാറിൻ്റെ പാട്ട് കേട്ടപ്പോൾ ആദ്യം കലാഭവൻ മണി പാടിയെന്നാണ് ഞങ്ങളെല്ലാവരും വിചാരിച്ചിരുന്നത്. അത് സാറിൻ്റെ കുറേ സോങ്സ് മണി പാടിയിട്ടുണ്ടല്ലേ? ഇല്ല, കുറച്ച് പാട്ട്. സാറിൻ്റെ പെർഫോമൻസ് ഞാൻ കണ്ടിരുന്നു സ്റ്റേജിൽ. ശരിക്കും വേറൊരാളെ കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്, നമ്മുടെ വി ഡി രാജപ്പൻ ചേട്ടന്. കുപ്പുസ്വാമി സാർ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ശരിക്കും സ്റ്റേജ് പെർഫോമൻസിൽ കലാഭവൻ മണി, വി ഡി രാജപ്പൻ ചേട്ടൻ, ഇവരെല്ലാവരും, അതായത് സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ഈ ജനങ്ങളെ കയ്യിലെടുക്കുന്ന ആ ഒരു എനർജി ഞാൻ ഫസ്റ്റ് ടൈമാണ് സാറിന് കാണുന്നത്. അത് ഇവരെല്ലാവരും ഓർമ്മിപ്പിച്ചു. മോനെ സുഭാഷ് ഗംഭീരായിരുന്നു, നന്നായിരുന്നു കേട്ടോ. താങ്ക് യു നാദർഷിക. അപ്പൊ നമുക്കിനി മാർക്സ് ചോദിക്കാം അല്ലേ? ആദ്യം നമുക്ക് കുപ്പുസ്വാമി സാറിനോട് ചോദിക്കാം. സാർ മാർക്സ് പറയൂ സാർ, 30-ൽ എത്ര മാർക്കാണ് സാർ? ഞാൻ 28 തരാം. ഓ സൂപ്പർ. മഹതി മാം? 28 സുഭാഷ്. മൈ ഗോഡ്. നാദർഷിക? സുഭാഷ് ഈ പാട്ട് എഴുതി ആരാന്നറിയോ സുഭാഷിന്? ആരാണ്? ഞാനാണെന്ന്? അതെ, സ്വന്തം എഴുതിയാണോ? അറിയില്ല. ഈ നമ്മള് പാട്ട് ഇപ്പോൾ റിയാലിറ്റി കോമ്പറ്റീഷനൊക്കെ വരുമ്പോൾ അതിന് സംഗീതം ചെയ്ത ആള്, പിന്നെ മ്യൂസിക് ഡയറക്ടറും ലിറിക്സ് എഴുതിയത് ആരാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞ്
അവർക്ക് അവരുടെ പേര് പറയാന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ സ്റ്റേജിൽ പങ്കെടുക്കുമ്പോൾ അത് എഴുതി കേട്ട് ഇപ്പോൾ വളരെ എല്ലാവരും ആസ്വദിച്ചു. ഇതിന്റെ പിന്നിലുള്ള ആളുകളെ കൂടി ഒന്ന് മെൻഷൻ ചെയ്ത് നന്നായിരുന്നു, നമ്മളൊന്ന് ഓർത്തിരുന്നിട്ട്. ഇത് എഴുതിയത് അറുമുഖൻ വെങ്കടങ്ങ് എന്ന് പറയുന്ന കലാഭവൻ മണിയുടെ ഒരുപാട് ഗാനങ്ങൾ എഴുതിയിട്ടുള്ള വ്യക്തിയാണ് കേട്ടോ. അപ്പം 28 ഇവർ രണ്ടുപേരും കൊടുത്തത്, ഞാനും 28. ഓക്കെ, സൂപ്പർ. അപ്പോൾ നാദർഷൊക്കെ പറഞ്ഞ മാതിരി കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ മാതിരി ആരാണ് എഴുതിയത്, സംഗീതം കൊടുത്തതെന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞ മാതിരി ഇതിന്റെ പിന്നിൽ ഒരുപാട് പേരുണ്ട്, അവരൊന്നും അറിയപ്പെടാതിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം അത് പുതിയൊരു അറിവായി മാറും. തീർച്ചയായിട്ടും നല്ല മാർക്സ് ആണ്. അപ്പൊ ടോട്ടൽ ഔട്ട് ഓഫ് 90 84 മാർക്സ്, നല്ല മാർക്സ് ആണ്. അപ്പം വയനാട്ടിൽ നിന്നാണ് സുഭാഷ് വരുന്നത്. അപ്പൊ അവിടെ താരമായോ? കാരണം മിന്നാമിനിങ് ഏതാണ്ട് നല്ലൊരു റീച്ചിൽ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് വയനാട് നിന്നുള്ള റെസ്പോൺസ്? വയനാട് മാത്രമല്ല, ഇവിടെ നിന്നൊക്കെ ഉള്ള റെസ്പോൺസ് എങ്ങനെയുണ്ട്? എല്ലാവരും സ്ഥലത്ത് പോകുമ്പോഴും എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്താണ്? എന്നെ പന്തളം എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒരു ചേച്ചി, സിന്ധു ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സുഖമില്ലാത്ത, സംസാരിക്കാത്ത, നടക്കാത്ത ഒരു കുട്ടിയുണ്ട്, 4 വയസ്സുള്ള. ആ കുട്ടിയും മണിച്ചേട്ടനും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്, ആത്മബന്ധം. ആ ബന്ധം ആ ചേച്ചിയെന്ന് പറഞ്ഞോളൂ. ഈ ഇവിടെ വന്നിട്ടുണ്ടോ? ഈ ചേച്ചി ഇവിടെ വന്നിട്ടുണ്ട്. സിന്ധു ചേച്ചി ഇവിടെ ഉണ്ട്, ആ കുട്ടിയും ഓഡിയൻസിലുണ്ടോ? വന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ചേച്ചിയുടെ അടുത്ത് തന്നെ ചോദിക്കുന്നതായിരിക്കും അതിന്റെ ഒരു ഇത്. കാരണം ഇത്രയും ഹൃദയത്തിൽ തൊട്ടൊരു കലാകാരൻ നമുക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല, അത്രത്തോളം മനോഹരമായി. ചേച്ചി, സിന്ധു ചേച്ചി. ഞാനാണ് അദ്വൈതിന്റെ അമ്മ. അവനെ 1.5 വയസ്സായപ്പോൾ മുതൽ മണിച്ചേട്ടനോട് വളരെയധികം ആരാധനയാണ്. പാട്ട് കേൾക്കണം, എപ്പോഴും പാട്ട് കേൾക്കണം. കാറിൽ കയറിയാലും പാട്ട് കേൾക്കണം, ഭക്ഷണം കഴിക്കണമെങ്കിലും പാട്ട് കേൾക്കണം. അങ്ങനെ അവനെ ചികിത്സിക്കുന്ന ഡോക്ടറും എൻ്റെ സുഹൃത്തുക്കളും പറഞ്ഞിട്ട് ഞാൻ മോഹൻ സാറ്, കൈരളി ചാനലിലെ മോഹൻ സാറുമായിട്ട് ബന്ധപ്പെട്ടു. സാറ് മണിച്ചേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു. ചേച്ചി, മണിച്ചേട്ടനെ ആദ്യമായിട്ട് കണ്ടപ്പോ അദ്വൈതിന്റെ ഒരു ശരിക്കും എന്തായിരുന്നു ഒരു റിയാക്ഷൻ? ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. വളരെയധികം കണ്ടപ്പോഴേ നീ അന്വേഷിക്കുന്ന മണിച്ചേട്ടൻ ഇതാണെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് കൊടുത്തപ്പോൾ പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയി. പിന്നെ ഞാൻ വളരെയധികം നിർബന്ധിച്ചാണ് ഞാൻ കുഞ്ഞിനെ തിരിച്ചു മേടിക്കുന്നത്. തിരിച്ചു വരികയില്ല. അച്ഛ എന്ന് പറഞ്ഞിട്ട് മണിച്ചേട്ടനെ കെട്ടിപ്പിടിച്ച് ഒരു 10-25 ഉമ്മ കൊടുത്തു. തിരിച്ചു അതേപോലെ തന്നെ. അങ്ങനെയുള്ളൊരു സ്നേഹം. എന്തായാലും വളരെ നന്ദി ചേച്ചി. ഇത്രയും മോന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഇത്ര എഫേർട്ട് എടുത്ത് അദ്ദേഹത്തിനെ കാണാൻ പോയതിനും, അതുപോലെ കുഞ്ഞിന്റെ ഒരു ആഗ്രഹമാണെങ്കിലും അത് സാധിച്ചു കൊടുക്കാൻ ഒരു വലിയ മനസ്സ് കാണിച്ചില്ല, അതിനും വളരെ നന്ദി ചേച്ചി. അപ്പോൾ സുഭാഷിന് ഒരു നന്ദിയുണ്ട്. കാരണം മിന്നാമിനിങ്ങിന്റെ ഈ വേദിയിലൂടെ ഈ ഒരു കുടുംബത്തെ, അല്ലെങ്കിൽ ഈ ഒരു കുഞ്ഞിന്റെ ഒരു കാര്യം നമ്മളെ ഇത്രയും പ്രേക്ഷകർക്ക് അറിയാൻ സാധിച്ചത് സുഭാഷ് കാരണമാണ്. അപ്പം എന്തായാലും വളരെ സന്തോഷം. അപ്പൊ നല്ല മാർക്സ് ഒക്കെ കിട്ടിയാലോ. അപ്പൊ അടുത്ത റൗണ്ടിൽ വീണ്ടും നന്നായിട്ട് അടിച്ചു പൊളിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ സുഭാഷിന്റെ ആ മനോഹരമായ പെർഫോമൻസിന് ശേഷം ഇനിയും ഒരുപാട് നല്ല നല്ല ഗാനങ്ങൾ നമ്മളെ കാത്തിരിക്കുകയാണ്. അപ്പൊ സുഭാഷിന്റെ അതിമനോഹരമായ ഒരു പെർഫോമൻസിന് ശേഷം നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പോവുകയാണ്, മെലഡി റൗണ്ട്. അപ്പൊ ആരാണ് നമുക്ക് വേണ്ടി മെലഡി പാടാൻ എത്തുന്നത്? നമ്മുടെ സ്വന്തം ശീതൾ. നമുക്ക് സ്വാഗതം ചെയ്യാം ശീതളിനെ. ശീതൾ, മെലഡി റൗണ്ടാണ്. അതെ. അപ്പൊ ഏത് പാട്ടാണ് പാടുന്നത്? കണ്ടാലോ മിണ്ടാണ്ടായിരുന്നു. കണ്ടാലോ മിണ്ടാണ്ടായി. മിണ്ടാണ്ടാവോ എന്നെ കണ്ട? ഇല്ല. നല്ല കമ്പല്. അപ്പൊ ആരാണ് കോസ്റ്റ്യൂം ഒക്കെ സെലക്ട് ചെയ്തിരുന്നത്? അമ്മയാണ്. അപ്പം നല്ലൊരു മെലഡി സോങ് ആണ്. അപ്പൊ അടിച്ച് പൊളിച്ച് തകർത്ത് പാടുക. നന്നായിട്ട് പാടാൻ പറ്റണം. ഓക്കെ.
ചെത്തി വീണുക്കിയെടുത്തൊരു ചൂരലു കൊണ്ടടിച്ചപ്പം അന്നെനിക്ക് നൊന്തില്ലെന്നാൽ ഇന്നെന്റെ നെഞ്ചില് നീറ്റലായി. അന്നെനിക്ക് നൊന്തില്ലെന്നാൽ ഇന്നെന്റെ നെഞ്ചില് നീറ്റലായി. കണ്ടാലോ മിണ്ടാണ്ടായി, കാണുമ്പോ തലചായി പായി. ഇന്നെന്റെ കുഞ്ഞളമാരിക്ക് പോരാത്തോളായില്ലേ ഞാൻ. ഇന്നെന്റെ കുഞ്ഞളമാരിക്ക് പോരാത്തോളായില്ലേ ഞാൻ. ആ ആ ശീതൾ, ഫസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാല് ഞങ്ങൾ ഇങ്ങനെ അവിടെ ഇരുന്ന് ആസ്വദിക്കുകയായിരുന്നു. ആ പാട്ട് കേട്ടപ്പോണ്ടല്ലോ ശരിക്കും കണ്ണാണ് നിറഞ്ഞു വന്നത്. ആ ഒരു താളത്തിനനുസരിച്ച് ഞങ്ങളും ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓഡിയൻസിന്റെ അടുത്തിരുന്ന്. അപ്പൊ അതുപോലെ തന്നെ ഓർക്കസ്ട്രയും, കാരണം ആ ഒരു ഓർക്കസ്ട്രയുടെ കൂടെ വളരെ സൂത്തിങ് ആയിട്ട് അവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ട് തന്നെ അത് ക്യാരി ചെയ്തു. ശീതൾ, എന്തായാലും ഞാനല്ല അതിന്റെ അഭിപ്രായം പറയേണ്ടത്, നമ്മുടെ ജഡ്ജസ് ഉണ്ട്, നമുക്ക് അവരുടെ അഭിപ്രായമാണ് പ്രധാനം. നമുക്ക് ചോദിക്കാം. അപ്പൊ നാദർഷിക, ശീതളിന് ഏറ്റവും സപ്പോർട്ടായിട്ട് എനിക്ക് ഈ ഒരു പാട്ടാക്കി തന്നത് നമ്മുടെ ഓർക്കസ്ട്രയാണ്. ഓർക്കസ്ട്രയ്ക്ക് നല്ലൊരു എസ്പെഷ്യലി നമ്മുടെ ഫ്ലൂട്ട്, അദ്ദേഹത്തിൻ്റെ പേരെന്താ, വരുൺ. ഞാൻ ഇങ്ങനെ ഇവിടെ ശരിക്ക് ബാക്കി അത്യാവശ്യം നമ്മുടെ സുഹൃത്തുക്കളാണ്. ഈ മെലഡി എന്ന് പറയുമ്പോൾ നമ്മളത് ആസ്വദിക്കുക, ആ ആസ്വാദനം ഈ പാട്ടിലുണ്ടായിരുന്നു. പിന്നെ ഇതിന് മണിയായിട്ടുള്ളൊരു കണക്ഷൻ ഈ പാട്ടിന് പണ്ട് സ്റ്റേജുകളിൽ, കലാഭവൻ്റെ സ്റ്റേജുകളിൽ കലാഭവമണി വന്നിരുന്ന സമയത്ത് ഇവര് ഒരു പാട്ട് പാടായിരുന്നു. കൊയില് മാമി കൊയിലൂതാണ്, ചങ്കര മാമി താളടിക്കാണ്, ഇത് കണ്ടിട്ടമ്പ്രോ താരി തൊയ്ക്കണ തൊയ് കണ്ടന്റെ അയ്യപ്പന്താര. കൊയില് മാമി കൊയിലൂതാണ്, ചങ്കര മാമി താളടിക്കാണ്, ഇത് കണ്ടിട്ടമ്പ്രോ താരി തൊയ്ക്കണ തൊയ് കണ്ടന്റെ അയ്യപ്പന്താര. അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് ബാക്കി ലിറിക്സ് അറിയില്ല. ഞാൻ മണിയെ കാണുമ്പോൾ, സ്റ്റേജുകളിൽ കാണുമ്പോൾ ആദ്യം മണി പാടുന്ന പാട്ടുകൾ ഇതാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ട്യൂൺ മനസ്സിൽ കിടക്കുന്നുണ്ട്. ബാക്കി ഈ ട്യൂണിനെ കുറിച്ചിട്ട് ഇതേ ഇപ്പോൾ ഇവിടെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മഹാകവി നിമിഷ കവി അദ്ദേഹം ഇവിടെ നിന്നിട്ട് പല പാട്ടുകൾ പാടുന്നുണ്ട്, കുറേ പാട്ടുകൾ പാടുന്നുണ്ട്, ഏതൊക്കെയാണെന്ന് ഒരു പിടിയില്ല. ഏതായാലും നന്നായിരുന്നു മോളെ. താങ്ക് യു നാദർഷിക. നന്നായിട്ട് ശീതൾ എക്സ്പ്രഷൻ വൈസ് നന്നായിട്ട് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വോയിസ് ഇസ് ഓൾസോ വെരി നൈസ്. നല്ല പ്ലസന്റ് പെർഫോമൻസ് ആയിരുന്നു. ഐ നോ യു ആർ എ വെരി ഗുഡ് സിംഗർ. ഓക്കെ, ഇനിയും കൂടി വോയിസ് റേഞ്ച് മാത്രം ഇംപ്രൂവ് ചെയ്തോളൂ. ഈ പാട്ടിൻ്റെ ഗ്രൂവ് നമ്മൾ ഇതേ ട്യൂൺ പറ്റി ആലോചിക്കുമ്പോൾ കുപ്പുസ്വാമി സാറും ഞാനും കൂടി ഡിസ്കസ് ചെയ്യായിരുന്നു. ഒരു തമിഴ് പാട്ടുണ്ട് ഇളയരാജ സാറിൻ്റെ മ്യൂസിക്കിൽ. ഉച്ചി വകുന്തെടുത്ത് പിച്ചി പൂ വച്ചകളി பச்சமல பக்கத்துல மேயுதுன்னு சொன்னாங்க. மேயுதுன்னு சொன்னதுல நியாயம் கண்ணாத்தா. உச்சி வகுந்தெடுத்து பிச்சி பூ வச்சகளி பச்சமல பக்கத்துல மேயுதுன்னு சொன்னாங்க. மேயுதுன்னு சொன்னதுல நியாயம் கண்ணாத்தா. தன் பாண்டி சீமையில தேரோடு வீதியில மாமோல வந்தவனே யாரடிச்சாரோ 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 யாரடிச்சாரோ. താങ്ക് യു മഗതി മാം. കാരണം സംഗീതത്തിന് ഭാഷയില്ല, ദേശമില്ല, എല്ലാം ഒരുപോലെയാണ്. സംഗീതം മാത്രം, ശുദ്ധ സംഗീതം. കുപ്പുസ്വാമി സർ, എന്തെങ്കിലും നിമിഷ കവിത ഉണ്ടോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്? അപ്പപ്പോ വരും. നിങ്ങൾ പാടുമ്പോൾ ഈ അരങ്ങ് നിശബ്ദമായി, മധുരമായിട്ട്
நல்ல ஸ்வீட் வாய்ஸ், அந்த பாவங்கள் குறையாமல் நீங்க பாடினது ரொம்ப சந்தோஷமா. ഓക്കെ നൈസ്. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. കാരണം ഇനിയും എപ്പിസോഡുകൾ മുമ്പോട്ട് പോകുമ്പോൾ സാർ മലയാളത്തിൽ തന്നെ കവിത എഴുതുമെന്ന് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും എഴുതാം എഴുതാം എഴുതാം. മണി ഒരു എക്സാമ്പിൾക്ക് ഒരു മണിയന്റെ ഒരു പാട്ട്. ഓക്കെ. നീല സാരി വാങ്ങി തരാം, നീണ്ട കറാം മുണ്ടു തരാം, നീ വരുമോ എന്റെ കൂടെ മാട്ടിനി കാണാം. നീല സാരി വാങ്ങി തരാം, നീണ്ട കറാം മുണ്ടു തരാം, നീ വരുമോ എന്റെ കൂടെ മാട്ടിനി കാണാം. ഞാൻ പാടി, മഗതി പാടി. നീണ്ട സാരി എനിക്ക് വേണം, നീണ്ട കറാം മുണ്ട് വേണം, ഞാൻ വരുമ്പോൾ എന്റെ അച്ഛൻ എന്നെ കൊല്ലുമേ. സൂപ്പർ സൂപ്പർ. ഞാൻ എഴുതി. അതിപ്പോ എഴുതിയതാണോ സാർ? ഇപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു, താങ്ക് യു. ഓക്കെ, അപ്പൊ ശീതൾ, അപ്പൊ എല്ലാരും നല്ല അഭിപ്രായം പറഞ്ഞു. ഇനി അത് മാർക്സിലും കൂടെ നമുക്ക് റിഫ്ലക്ട് ചെയ്യുമെന്ന് നോക്കാം. ആദ്യം നമുക്ക് നാദർഷിക്കയോട് ചോദിക്കാം. നാദർഷിക്ക, മാർക്സ് എത്രയാണ്? ശീതളിന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ, പക്ഷേ ടോട്ടാലിറ്റി നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. ഒരു 27. താങ്ക് യു സർ. താങ്ക് യു നാദർഷിക്ക. മഹതി മാം? 26 ശീതൾ. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. കുപ്പുസ്വാമി സർ? ഞാനും അതെ, 26. അപ്പോൾ ശീതൾ ഔട്ട് ഓഫ് 90 79 മാർക്സ് ആണ്. നല്ല കമന്റ്സ് ആണ് പറഞ്ഞത്. പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങളും പറഞ്ഞു, തിരുത്തേണ്ട കാര്യങ്ങൾ പറഞ്ഞു. എപ്പോഴും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക, നമുക്ക് ചെറിയ തെറ്റുകൾ പറയുമ്പോഴാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അടുത്ത റൗണ്ടിൽ നല്ല സൂപ്പർബായിട്ട് ഈ പറഞ്ഞ ഫ്ലോസ് ഒന്നും ഇല്ലാതെ നല്ലതായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു. അപ്പോൾ ഈ ശീതളുടെ മനോഹരമായ പെർഫോമൻസിന് ശേഷം നമുക്ക് അടുത്ത കണ്ടസ്റ്റന്റ് ഉണ്ട്, അടുത്ത റൗണ്ടുമായിട്ട്. ഇപ്പൊ 2 റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തതിന് നമുക്ക് ആൽബം സോങ് റൗണ്ട് ആണ്. അതിനുവേണ്ടി നമുക്ക് ഇന്ന് ഇവിടെ വരാൻ പോകുന്നത് ശ്യാംലാൽ ആണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ശ്യാംലാലിനെ. ശ്യാംലാലെ ചേച്ചി, എന്തു പറയുന്നു കണ്ണൂരുകാരൊക്കെ? നല്ല സുഖമായിട്ടിരിക്കുന്നു. എങ്ങനെയുണ്ട് മിന്നാമിനിങ്ങിന്റെ ഫീഡ്ബാക്ക്? കാരണം ഫസ്റ്റ് സീസണിലെ വളരെ ശക്തമായ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. രണ്ടാമത്തെ സീസണിലേക്ക് വരുമ്പോൾ എന്ത് തോന്നുന്നു? സത്യത്തിൽ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കലാഭവൻ മണിച്ചേട്ടന്റെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയ തന്നെ ദൈവത്തിന്റെ അനുഗ്രഹം, മണിച്ചേട്ടന്റെ അനുഗ്രഹം. ഓക്കെ, അപ്പം എന്തായാലും ആൽബം സോങ് റൗണ്ട് ആണ്. ഏത് ആൽബത്തിലെ പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? ഞാൻ മാണിക്കക്കല്ല് എന്ന ആൽബത്തിലെ മാണിക്കക്കല്ലിനെ എന്ന് പറയുന്ന സോങ്, ആ പാട്ടാണെന്ന് പാടുന്നത്. അപ്പൊ അത് എങ്ങനത്തെ ഒരു പാട്ടാണ്? അടിച്ചുപൊളിയാണോ, കുറച്ച് മെലഡി ആണോ? അടിച്ചുപൊളി പാട്ടാണ്. അപ്പൊ എന്തായാലും വേദി തകർക്കുക, അടിച്ചു പൊളിക്കുക. ഓൾ ദി ബെസ്റ്റ്. മാണിക്കക്കല്ലിനെ മാണിക്കക്കല്ലിനെ മറക്കില്ല ഞാനിനെ, മാണിക്കക്കല്ലിനെ മറക്കില്ല ഞാനിനെ, മാണിക്കക്കല്ലിനെ മറക്കില്ല ഞാനിനെ, മാണിക്കക്കല്ലിനെ മറക്കില്ല ഞാനിനെ. മറക്കണ്ട നീ എന്നെ മറിക്കോളം നോക്കണേ, മറക്കണ്ട നീ എന്നെ മറക്കോളം നോക്കണേ, മറക്കണ്ട നീ എന്നെ മറിക്കോളം നോക്കണേ, മറക്കണ്ട നീ എന്നെ മറക്കോളം നോക്കണേ, മാണിക്കക്കല്ലിനെ മറക്കില്ല ഞാനിനെ, മാണിക്കക്കല്ലിനെ മറക്കില്ല ഞാൻ.
മുല്ലപ്പൂവേ വാടണ്ട മുത്തന്തറ പോകണ്ട മുല്ലപ്പൂവേ വാടണ്ട അരിമുല്ല മാലയെ അഴകുപോൽ ചൂടണേ അരിമുല്ല മാലയെ അഴകുപോൽ ഉടനെ അരിമുല്ല മാലയെ അഴകുപോൽ ചൂടണേ അരിമുല്ല മാലയെ അഴകുപോൽ ചൂടണേ ഉള്ളിലുള്ള നാണവും എന്നോടുള്ള കോപവും ഉള്ളിലുള്ള നാണവും എന്നോടുള്ള കോപവും ഉള്ളിലുള്ള നാണവും എന്നോടുള്ള കോപവും ഉള്ളിലുള്ള നാണവും എന്നോടുള്ള കോപവും മാണിക്ക കല്ലിനെ മറക്കില്ല ഞാനിനെ മാണിക്ക കല്ലിനെ മറക്കില്ല ഞാനിനെ അഴകൊത്ത ദേഹവും അതിനാലേ മോഹവും അഴകൊത്ത ദേഹവും അതിനാലേ മോഹവും അഴകൊത്ത ദേഹവും അതിനാലേ മോഹവും അഴകൊത്ത ദേഹവും അതിനലെ മോഹവും ഉള്ളിലുള്ള നാണവും എന്നോടുള്ള കോപവും ഉള്ളിലുള്ള നാണവും എന്നോടുള്ള കോപവും ഉള്ളിലുള്ള നാണവും എന്നോടുള്ള കോപവും ഉള്ളിലുള്ള നാണവും എന്നോടുള്ള കോപവും മാണിക്ക കല്ലിനെ മറക്കില്ല ഞാനിനെ മാണിക്ക കല്ലിനെ മറക്കില്ല ഞാനിനെ എന്നാണ് ദൈവമേ കണ്ണിലൊന്ന് കാണുന്നു എന്നാണ് ദൈവമേ കണ്ണിലൊന്ന് കാണുന്നു എന്നാണ് ദൈവമേ കണ്ണിലൊന്ന് കാണുന്നു എന്നാണ് ദൈവമേ കണ്ണിലൊന്ന് കാണുന്നു എൻ മനഗേദങ്ങൾ തീർക്കണേ ദൈവമേ എൻ മനഗേദങ്ങൾ തീർക്കണേ ദൈവമേ എൻ മനഗേദങ്ങൾ തീർക്കണേ ദൈവമേ എൻ മനഗേദങ്ങൾ തീർക്കണേ ദൈവമേ മാണിക്ക കല്ലിനെ മറക്കില്ല ഞാനിനെ മാണിക്ക കല്ലിനെ മറക്കില്ല ഞാനിനെ മറക്കണ്ട നീ എന്നെ മറിക്കൊള്ളും നോക്കണേ മറക്കണ്ട നീ എന്നെ മരിക്കൊള്ളും നോക്കണേ മാണിക്ക കല്ലിനെ മറക്കില്ല ഞാനിനെ മാണിക്ക കല്ലിനെ മറക്കില്ല ഞാനിനെ മാണിക്ക കല്ലിനെ മറക്കില്ല ഞാനിനെ മാണിക്ക കല്ലിനെ
ചേച്ചി ആരാണ് ആ മാണിക്കക്കല്ല്? പ്രത്യേകിച്ച് ആരുമില്ല. അങ്ങനെ പറയാൻ പറ്റത്തില്ല, കാരണം വന്ന് നിന്നപ്പോ വളരെ ഒരു സാധുവായിട്ട് ഇന്ന് ഈ പാട്ടാണ് ചേച്ചി പാടുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്ത് അടിപൊളി പാട്ട് എങ്ങനെയായിരിക്കും ശ്യാംലാൽ പാടാൻ പോകുന്നത്. പക്ഷെ ഇത് കണ്ടപ്പോ ഒരു പരകായ പ്രവേശം പോലെയായിരുന്നു. ശരിക്കും ആ പാട്ടങ്ങോട്ട് ഏറ്റെടുത്ത് അങ്ങ് സ്റ്റേജ് നിറഞ്ഞ ആടായിരുന്നു ശരിക്കും. താങ്ക് യു ചേച്ചി. അപ്പം എന്തായാലും സ്റ്റേജിലെ പെർഫോമൻസും പാട്ടും ഒക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ജഡ്ജസ് ആണ് പറയേണ്ടത്, നമുക്ക് ചോദിക്കാം. ആദ്യം ആരുടെ അടുത്താ ചോദിക്കേണ്ടത്? ആരുടെ കമന്റ്സ് ആണ് ആദ്യം കേൾക്കേണ്ടത് ശ്യാംലാലിന്? ആരുടെ ആയാലും കുഴപ്പമില്ല. ഇനിയിപ്പോ ആരുടെ ആദ്യം പറഞ്ഞ് ആരെങ്കിലും വെറുപ്പിക്കുമോ എന്നുള്ള പേടി കൊണ്ട് ആരും മാർക്സ് ഒന്നും കുറയ്ക്കത്തില്ല. ധൈര്യമായിട്ട് ചോദിച്ചോ, കുഴപ്പമില്ല, നമ്മുടെ ജഡ്ജസ് അല്ലേ. ഇല്ല ചേച്ചി പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ കുപ്പുസ്വാമി സാർ. ஓகே, அது சேம் ரிதம் கொடுங்க. மாணிக்க கல்ல போல் ஜொலிக்குன்ன பாட்டிதே, மல்லிய பூவ போல் மணக்குன்ன பாட்டிதே. பகல் முழுவம் பண்ணி எடுத்து கிட்டினக்கா சின்ன கல்லும் குடிச்சே, பகல் முழுவம் பண்ணி எடுத்து கிட்டுனக்கா சின்ன கல்லும் குடிச்சு, எண்டமாவுளே கட்டத்தில் கிள விளையுது, எண்டமாவுளே கட்டத்தில் கிள விளையுது. பகல் முழுவம் பகல் முழுவம் பண்ணி எடுத்து கிட்டுனக்கா சின்ன கல்லும் குடிச்சு, எண்டமாவுளே கட்டத்தில் கிள விளையுது, எண்டமாவுளே கட்டத்தில் கிள விளையுது. பண்டத்தே காலம் போய் പണ്ടത്തെ കാലം പോയി പൊണ്ണുങ്ങള് പോലീസായി, പണ്ടത്തെ കാലം പോയി പൊണ്ണുങ്ങള് പോലീസായി. ജാമ്യം കിട്ടാൻ പൊല്ല ബാബു വിളയത്, ജാമ്യം കിട്ടാൻ പൊല്ല ബാബു വിളയത്. അതെ സൂപ്പർ. വേദി ഒന്നുകൂടെ ഉണർന്നു. അതാ നിങ്ങൾ പാടുമ്പോൾ இந்த ഗാനം എങ്കിൽ മനസ്സിൽ വരുന്ന നിങ്ങൾ പാടിയ പാട്ട് ശരിയായിട്ട് പാടി. താങ്ക് യു. നല്ലായിരുന്നു. താങ്ക് യു. ഗുഡ്. താങ്ക് യു കുപ്പുസ്വാമി സാർ. മഗതി മാം. ശ്യാംലാൽ മാം. നല്ല പെർഫോമൻസ്. Thank you, ma'am. എല്ലാവരും ഒന്ന് ചൊടിയായി. വെരി ഗുഡ്. അതെനിക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു. ശ്യാംലാൽ നല്ല ഡിപ്പെൻഡന്റ് ആയിരുന്നു. ആ കോറസ് ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യായിരുന്നു അവിടെ? ഇവളെ കുറെ ഡാൻസ് ഒക്കെ കളിച്ച് ഇളകി മറിഞ്ഞവിടെ അവസാനം ശ്വാസം ഇല്ലാണ്ട് നിങ്ങൾ പാടിക്കോളൂ, എനിക്ക് പറ്റുമ്പോൾ ഞാൻ ഒന്ന് ചേർന്നോളാം എന്ന് പറഞ്ഞ പോലെ എക്സ്പ്രഷൻ ആയിരുന്നു ശ്യാംലാലിന്. ഈ പാട്ടിൻ്റെ സെയിം ട്യൂൺ കുറേ ഇതിൻ്റെ ഒരു ബേസ് യൂസ് ചെയ്തിട്ട്, ഈ ഫോക്ക് ട്യൂണിൻ്റെ ബേസ് യൂസ് ചെയ്തിട്ട് കുറേ ഫിലിം സോങ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ എല്ലാം ഇതേ നമുക്ക് ആ രാഗം സിന്ധു ഭൈരവ തന്നെ, ബട്ട് അതിന് വേരിയസ് കളേഴ്സ് ഉണ്ട്. സോ യു ഹാവ് വേരിയസ് കളേഴ്സ്. എന്നാലും ഇത് ഫോക്ക് ട്യൂണിൽ നല്ലൊരു വൈബ്രൻ്റ് ആയിട്ട് ശ്യാംലാൽ അതിൻ്റെ വേറൊരു കളർ കൊണ്ടുവന്നു. വെരി നൈസ്. കീപ്പ് ഇറ്റ് അപ്പ് ശ്യാംലാൽ. പെർഫോം ചെയ്യുമ്പോൾ ആ എനർജി കുറച്ച് സേവ് ചെയ്ത് വെക്കണം. സിംഗിങ് വൈസ് യു മേക്ക് ഇറ്റ് അപ്പ് ടോട്ടലി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മഗതി മാം. നാദർശക. ശ്യാംലാൽ നന്നായിരുന്നു കേട്ടോ. ടോട്ടലി നമ്മൾ സ്റ്റേജിലേക്ക് നോക്കുമ്പോൾ പാട്ട് സാധാരണ ഗതിയിൽ വെറുതെ ഇതേ പാട്ട് ഇതേ എനർജിയോടുകൂടി പാടിയാൽ പോലും നമുക്ക് സ്റ്റേജിലേക്ക് നോക്കി നിൽക്കാനായിട്ടുള്ളൊരു ഒരു കാഴ്ച കൂടിയുണ്ട്. ആ കാഴ്ച നിങ്ങളുടെ എല്ലാ ടീമും കൂടി തന്നു. അതിനൊപ്പം തന്നെ ജിനു അവിടെ നിന്നിട്ട് പല അഭ്യാസം കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് മറ്റേ വേറെ എന്തൊക്കെ സാധനം, ഒരു കളർഫുൾ സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെവിടെ കാണിച്ച് നോട്ടെ. അതിന് അരഞ്ഞാണോ അലിക്കത്ത് ഏതാണ്ട് കിട്ടുന്നുണ്ടല്ലേ? അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് ആഘോഷകരമാക്കുന്നുണ്ട്. പിന്നെ എനിക്ക് കുപ്പുസ്വാമി സാറ് പറഞ്ഞ വേറെ മണിയുടെ ഒരു പാട്ട് പാടിയില്ലേ, പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടുന്ന കാശിന് കള്ളു കുടിച്ച് എന്റെ മോളെ കക്ഷത്തിലാക്കല്ലേ വേലായുധന്നല്ല, കഷ്ടത്തിലാക്കൽ കക്ഷത്തിൽ എന്ന് പറഞ്ഞാൽ കക്ഷത്തിലാക്കല്ലേ വേലായുധമായി പോയി. ഏതായാലും നന്നായിരുന്നു മോനെ. താങ്ക് യു നാദർശക. അപ്പൊ ഇനി മാർക്സ് ആണ് അറിയേണ്ടത്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമുക്ക് മാർക്സ് ചോദിക്കാം. കുപ്പുസ്വാമി സർ 24 പേർ. മഗതി മാം 24. താങ്ക് യു. നാദർശക 25. താങ്ക് യു ജഡ്ജസ്. അപ്പോൾ ഔട്ട് ഓഫ് 90-ൽ 73 ആണ് മാർക്സ്. മാർക്സ് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ്. ഈ പറഞ്ഞ മാതിരി സംഗീതത്തിൽ ആ ഒരു ഡാൻസിലൊരു ആവേശം വന്നപ്പോൾ കുറച്ചൊരു പാട്ട് ബാക്കിലോട്ട് പോയോ എന്നൊരു ഡൗട്ട്. അപ്പം എന്തായാലും
പാട്ടും ഡാൻസും ഒന്നും രണ്ടിനും കുറവ് വരാത്ത രീതിയിൽ അടുത്ത റൗണ്ടിൽ അടുത്ത ഒരു ഭാഗത്തിൽ നന്നായിട്ട് പെർഫോം ചെയ്യുക. എല്ലാവിധ ആശംസകളും. Thank you. ഓക്കെ, താങ്ക് യു. മിന്നാമിനുങ്ങിൽ ഇനി ഒരു ചെറിയ ഇടവേളയാണ്. കലാഭമണി എന്ന് പറയുന്ന എൻ്റെ പ്രിയ സുഹൃത്തല്ല സഹോദരൻ. ശരിക്കും പറഞ്ഞാൽ കുറേ ജീവിതത്തിൽ ഒത്തിരി ബന്ധങ്ങൾ, മണിയുടെ ജീവിതവും എൻ്റെ ജീവിതവും തമ്മിൽ ചില കാര്യങ്ങളിൽ സാമ്യമുണ്ട്. മണിയും ഓഡിയോ കാസറ്റിൽ വഴി വന്നാണ്, ഞാനും ഓഡിയോ കാസറ്റാണ്. അതിനുശേഷം മിമിക്രി, പാരഡി. കലാഭമണി നാടൻ പാട്ടുകാരനായി, ഞാൻ പാരഡിക്കാരനായി. ഈ പാരഡിയിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ കാസറ്റുകൾ ചെയ്തിരുന്ന സമയത്ത് മണി അന്ന് എൻ്റെ അടുത്ത് ചാൻസ് ചോദിച്ചു വന്നതാണ്. നിങ്ങളുടെ കാസറ്റിൽ പങ്കെടുക്കാനായിട്ട് എനിക്കൊരു അവസരം തരുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ദിലീപെല്ലാം ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഓണ കാസറ്റുകൾ ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഏതാണ് ദില്ലിവാല രാജകുമാരൻ എന്ന് പറയുന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞങ്ങൾ ഒരുമിച്ച് ഒരു മുറിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാനങ്ങനെ മണിയെ എൻ്റെ അടുത്ത കാസറ്റിൽ പങ്കെടുക്കാനായിട്ട് വരാൻ പറഞ്ഞു. വന്ന സമയത്ത് അന്ന് വൈകി ആണ് മണി വന്നപ്പോഴേക്കും ഞങ്ങളുടെ ഓഡിയോൻ്റെ റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞ് മിക്സിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് മണി എത്തിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി മണിക്ക് പാടാൻ വെച്ചിരുന്ന പാട്ട് ഹരിശ്രീ അശോകൻ ചേട്ടൻ പാടിപ്പോയി, ഇനിയിപ്പോൾ നമുക്ക് അടുത്ത കാസറ്റിൽ പങ്കെടുക്കാം. ഓക്കെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞങ്ങൾ മിക്സ് ചെയ്തുകൊണ്ടിരുന്ന റൂമിൻ്റെ പുറത്ത് അവിടെ നമ്മുടെ കൂട്ടുകാരുടെ കൂടെ നിന്നിട്ട് കലാഭമണിയുടെ ഒരു പാട്ട് കേട്ടു. ആ ഗാനം ഞാൻ ഇവിടെ വന്ന് മൈക്ക് ഓൺ ചെയ്യാൻ പറഞ്ഞു. മൈക്ക് ഓൺ ചെയ്തപ്പോൾ കൺസോളിൽ കേട്ട ഗാനം ഇതായിരുന്നു. വടക്കോട്ട് പോകുമ്പോ മാവുമ്മ മാങ്ങാ തുചുമക്കുന്താരോ, തെക്കോട്ട് പോകുമ്പോ മാവുമ്മ മാങ്ങാ തുചുമക്കുന്താരോ, വടക്കോട്ട് പോകുമ്പോ മാവുമ്മ മാങ്ങാ തുചുമക്കുന്താരോ, തെക്കോട്ട് പോകുമ്പോ മാവുമ്മ മാങ്ങാ തുചുമക്കുന്താരോ. ഇതിങ്ങനെ വളരെ എന്താ പറയുക, ഒരു ഭയങ്കര ഒരു എഫക്റ്റ് ആയിരുന്നു ഞങ്ങൾക്ക് അവിടെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ. ഞാൻ ആ സമയത്ത് പറഞ്ഞു, നേരെ മണി മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് പാടിക്കോ, ഈ പാട്ട് നമുക്ക് ഈ കാസറ്റിൽ ഉൾപ്പെടുത്താം. അങ്ങനെ കലാഭമണിയുടെ ആദ്യത്തെ നാടൻ പാട്ട് പിറന്നതാണ് ആ നിമിഷം. അന്ന് ഓർക്കസ്ട്ര ഉണ്ടായില്ല. ഓർക്കസ്ട്ര ഞങ്ങൾ വായ കൊണ്ടാണ് ഇൻസ്ട്രുമെൻറ്റ്സ് വായിച്ചത്. കാരണം ഓർക്കസ്ട്രക്കാരൊക്കെ പോയിരുന്നു. കീബോർഡ് മാത്രം ഇരിപ്പുണ്ടായി. കീബോർഡിൽ ശ്രുതി പിടിച്ചു കൊടുത്തു. ഇൻസ്ട്രുമെൻറ്റ്സ് കംപ്ലീറ്റ് വായ കൊണ്ടായിരുന്നു ഞങ്ങൾ ചെയ്തത്. അതിനുശേഷം ഈ തൂച്ചുമ്മ കൂന്താരോ എന്ന് പറയുന്ന ആ പാട്ട് കയറി ഹിറ്റായിട്ട് അടുത്ത കാസറ്റ് കലാഭമണി അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ ഇറങ്ങി, തൂച്ചുമ്മ കൂന്താരോ. ഇപ്പോൾ ഇവിടെ മിന്നാമിനുങ്ങ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട നാടൻ പാട്ടിൻ്റെ ഒരു റിയാലിറ്റി ഷോയുമായിട്ട് വന്ന് നിൽക്കുമ്പോൾ നിരവധി സ്റ്റേജുകളിൽ ഒരുമിച്ച് പോയിരുന്ന ഒരു കൂട്ടുകാരൻ്റെ പേരിൽ അവൻ്റെ കാലശേഷം ഇപ്പോഴും ആ ശബ്ദവും ഭാവവും എല്ലാം മനസ്സിൽ എന്താ പറയുക, ഒരുപാട് ആളുകൾ അത് നെഞ്ചിലേറ്റി കലാഭമണിക്ക് വേണ്ടി പാടിക്കൊണ്ടിരിക്കുന്നു. ആ ഓർമ്മകൾ എനിക്ക് തോന്നുന്നു എത്ര വർഷം കഴിഞ്ഞാലും അത് മലയാളി ഉള്ളിടത്തോളം കാലം മലയാളിക്ക് മറക്കാൻ പറ്റാത്ത ഒന്നാണ് മണിയുടെ ശബ്ദം. ആ ശബ്ദത്തിന് ഈ മിന്നാമിനുങ്ങ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിലൂടെ അത് ജനങ്ങളിലേക്ക് എത്തി അത് നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇനി ഈ പ്രോഗ്രാമിന് വേണ്ടി വന്നപ്പോൾ കബഡി കബഡി എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി ഞാൻ സംഗീതം ചെയ്തപ്പോൾ മണി എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ എൻ്റെ അടുത്തൊരു പാട്ടുണ്ട്, ഒരു നാടൻ പാട്ടാണ്, മിന്നാമിനുങ്ങി. അത് ഞാനൊരു കാസറ്റിൽ പാടിയിട്ടുണ്ട് വേറെ ഒരു ട്യൂണിൽ. നമുക്കത് ഈ പാട്ട് ഈ സിനിമയിൽ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, നീ ആ ലിറിക്സ് കൊണ്ടുവരാം. അത് ആരെഴുതിയാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. മണി കൊണ്ടുവന്നു. ഞാൻ അതിനെ ഓർക്കസ്ട്രേഷൻ ചെയ്തു. ആ പാട്ട് ഇപ്പോൾ മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എന്ന് പറയുന്ന കലാഭമണി തന്നെ അത് പാടി സൂപ്പർ ഹിറ്റായി. ആ ഗാനം മണിയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാൻ ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് ഇവിടെ ആലപിക്കാൻ ശ്രമിക്കുകയാണ്. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാകില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ
മിനുങ്ങി മിന്നും മിനുങ്ങി എങ്ങോട്ടാണെങ്ങോട്ടാണ് ഈ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിന് ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങി പൊന്നു വിളയുന്ന പാടത്തും നാട്ടിലും നാനായിടത്തും നീ പാറിയില്ലേ പൊന്നു വിളയുന്ന പാടത്തും നാട്ടിലും നീ പാറിയില്ലേ പള്ളിക്കൂടത്തിൻ അകമ്പടിയില്ലാതെ പള്ളിക്കൂടത്തിൻ അകമ്പടിയില്ലാതെ ഉന്നാരപ്പാട്ട് നീ പാടിയില്ലേ മിന്നാമിനുങ്ങി മിന്നും മിനുങ്ങി എങ്ങോട്ടാണെങ്ങോട്ടാണ് ഈ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിന് ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങി മിന്നും മിനുങ്ങി എങ്ങോട്ടാണെങ്ങോട്ടാണ് ഈ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിന് ഞാനും വന്നോ